ചാപ്റ്റർ 11 ഗ്രാമീണ സമൂഹത്തിലെ മാറ്റവും വികസനവും ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആ ഭാഗത്തിലെ ഒരു ചെറിയ ക്ലാസ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാർഷിക ഘടനയെക്കുറിച്ച് മനസ്സിലാക്കി. നമ്മൾ ഗ്രാമീണ ഇന്ത്യയിലെ കാർഷിക ഘടന എന്ന് പറയുമ്പോൾ ജാതിയും വർഗവും ഒക്കെ കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു കാർഷിക ഘടനയാണെന്നും ഒരുപാട് ആൾക്കാർ സ്വന്തമായിട്ട് ഭൂമിയില്ല എന്നും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ കുടിയാന്മാരുണ്ട്, ടെനൻസ്, അതുപോലെ വലിയ ഭൂവുടമകൾ, ഇതൊക്കെയാണ് കാർഷിക ഘടന എന്നുള്ളതിനകത്ത് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ കാർഷിക മേഖലയിൽ ഒരുപാട് ചൂഷണങ്ങൾ അനുഭവിച്ച് വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ ചൂഷണങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടും കൊളോണിയൽ കാലഘട്ടത്തിൽ നിരവധി ഭൂപരിഷ്കരണ നിയമങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഈ കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമം ഇന്ത്യയിലേക്ക് വരുവാനുള്ള ചില കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ ഭൂപരിഷ്കരണ നിയമങ്ങളെക്കുറിച്ചും അതിനു മുമ്പുണ്ടായിരുന്ന വ്യവസ്ഥകളെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഉള്ള ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഭൂപരിഷ്കരണങ്ങളുടെ സ്വാധീനം കൊളോണിയൽ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതൊരു 6 മാർക്കിനൊക്കെ ചോദിക്കാം. പ്രധാനമായിട്ട് 2 വ്യവസ്ഥകൾ, സമ്പ്രദായങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. മെഹൽവായി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പേര് മാത്രം പറയുന്നു, ടെക്സ്റ്റ് ബുക്കിനകത്ത് അതില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു 6 മാർക്കിനൊക്കെ ചോദിക്കാം. ഭൂപരിഷ്കരണങ്ങൾ കൊളോണിയൽ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോളനിവൽക്കരണത്തിന് മുമ്പ് ഭൂമിയുടെ നിയന്ത്രണങ്ങൾ സെമീന്ദാർമാരുടെ കയ്യിലും ആ പ്രദേശങ്ങളിലുള്ള രാജാക്കന്മാരുടെ കയ്യിലും ഒക്കെ ആയിരുന്നു. അപ്പൊ അവർ തന്നെയാണ് ഈ സെമീന്ദാർമാരെന്ന് പറയുന്ന വിഭാഗവും ചെറിയ രാജാക്കന്മാരും ഒക്കെ ആയിരുന്നു നികുതി പിരിച്ചിട്ട് ഗവൺമെന്റിനെ ഏൽപ്പിക്കുന്ന അല്ലെങ്കിൽ രാജാക്കന്മാരെയൊക്കെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഈ സെമീന്ദാർമാരും പ്രാദേശിക രാജാക്കന്മാരും ചെറിയ ചെറിയ രാജാക്കന്മാരും ഒക്കെ ജനങ്ങളെ, കർഷകരെ നിരന്തരം ചൂഷണം ചെയ്യുകയും അമിതമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് നികുതി വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവണതകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇനി ബ്രിട്ടീഷുകാർ സെമീന്ദാർമാരിലൂടെ പ്രദേശങ്ങളെ ഭരിക്കുകയും, ബ്രിട്ടീഷുകാർ വന്നപ്പോഴും ഈ ചില രാജാക്കന്മാരെ കീഴടക്കി അവർ സ്ഥലത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയൊക്കെ ചെയ്തപ്പോഴും ഈ സെമീന്ദാർമാരിലൂടെ തന്നെ, കാരണം അവർക്ക് വരുമാനം വേണം, കർഷകരുടെ നികുതി പിരിക്കുന്നതെല്ലാം തന്നെ സെമീന്ദാർമാരിലൂടെ തന്നെ ആയിരുന്നു. ഇവര് ഈ നികുതി പിരിവിനും മറ്റുമായിട്ട് പുതിയ ഭൂനികുതി വ്യവസ്ഥകൾ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഉണ്ടായിരുന്ന 3 വ്യവസ്ഥകളാണ് സെമീന്ദാരി സമ്പ്രദായം, റായത്തുവാരി സമ്പ്രദായം, മഹൽവാരി സമ്പ്രദായം. അപ്പൊ ഈ സെമീന്ദാരി സമ്പ്രദായം എന്ന് പറയുന്നത് പരമാവധി എങ്ങനെ നികുതി പിരിക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ സമ്പ്രദായങ്ങൾ 4 എണ്ണം ഇവർ കൊണ്ടുവരുന്നത്. എങ്ങനെ പരമാവധി കർഷകരിൽ നിന്നും ജമീന്ദാർമാർ വഴി ഭൂനികുതി പിരിച്ചെടുക്കാം എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷുകാർ സെമീന്ദാറിലൂടെ പ്രദേശങ്ങളെ ഭരിക്കുകയും പുതിയ ഭൂനികുതി വ്യവസ്ഥകൾ കൊണ്ടുവരികയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ടതാണ് സെമീന്ദാരി സമ്പ്രദായം, റായത്തുവാരി സമ്പ്രദായം, മഹൽവാരി സമ്പ്രദായം. മഹൽവാരി സമ്പ്രദായം നിങ്ങൾക്ക് പഠിക്കാനില്ല. ഇനി നമുക്ക് സെമീന്ദാരി സമ്പ്രദായം എന്താണെന്ന് നോക്കാം. സെമീന്ദാരി സിസ്റ്റം മാത്രമായിട്ട് ചിലപ്പോൾ 3 മാർക്കിനൊക്കെ ചോദിക്കാം. സെമീന്ദാരി സമ്പ്രദായ പ്രകാരം സെമീന്ദാർമാര് ഭൂവുടമകളായി. അവര് ഭൂവുടമകളായി, അതുപോലെ ഒരു സംഖ്യ നികുതി ഗവൺമെന്റിന് നൽകണം. ജമീന്ദാർമാർ ഭൂവുടമകളായി എന്ന് പറയുന്നതിന് ചില കാരണങ്ങളുണ്ട്. ഒരുപാട് ഭൂമികളൊക്കെ ഉള്ള സ്ഥലത്തില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ അവർ ഇങ്ങോട്ടൊന്നും വരുന്നില്ല. അപ്പൊ അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന ഈ ജമീന്ദാർമാരെ എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഭൂ ഉടമകളാക്കുകയും ഒരു സംഖ്യ നികുതി ഗവൺമെന്റിന് ഇവര് നൽകണമെന്നും സെമീന്ദാർമാർ നൽകണമെന്നും ബ്രിട്ടീഷുകാർ പറയുന്നു. കാരണം അപ്പൊ അവർക്ക് സെമീന്ദാർമാരുമായിട്ട് ഇടപെട്ടാൽ മതി, അവർക്ക് നേരിട്ട് കർഷകരുടെ അടുത്തേക്ക് പോകണ്ട പിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ തുക അമിതമായി പിരിക്കുക, കർഷകരെ പീഡിപ്പിക്കുക ഒക്കെ ഈ സെമീന്ദാരി വ്യവസ്ഥയുടെ ഒരു ദോഷഫലമായിരുന്നു. അപ്പോൾ സെമീന്ദാർമാർക്ക് കുറെ കൂടെ അധികാരം കിട്ടുന്നു. അവര് ജമീന്ദാർമാർ എന്ത് ചെയ്യുന്നു,
ഇവർ കൂടുതൽ കർഷകരുടെ നിന്ന് പൈസ പിരിക്കുന്നു, അതിൽ ഏതെങ്കിലും ഒരു ശതമാനം ജമീന്ദാർമാർക്ക് കിട്ടും, ബാക്കിയായിരിക്കും ഗവൺമെന്റിന് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ചൂഷണങ്ങൾ ഉള്ള ഒരു വ്യവസ്ഥയായിരുന്നു ഈ സെമീന്ദാരി വ്യവസ്ഥ എന്ന് പറയുന്നത്. സെമീന്ദാരി സമ്പ്രദായത്തിലെ പ്രധാനപ്പെട്ട 2 പോയിന്റ് എന്ന് പറയുന്നത്, സെമീന്ദാർമാർ ഈ ഒരു വ്യവസ്ഥയിൽ ഭൂവുടമകളാകുന്നു. അവര് കർഷകരിൽ നിന്നും ഒരു സംഖ്യ പിരിച്ചെടുക്കുകയും ഒരു സംഖ്യ നികുതി അവർ ഗവൺമെന്റിന് നൽകുകയും ചെയ്യണമെന്നാണ്. മുഴുവൻ ഗവൺമെന്റിന് നൽകണ്ട. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? തുക അമിതമായി കർഷകരുടെ നിന്ന് പിരിക്കുകയും അതിനായിട്ട് അവരെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലാണ് ഈ ഒരു സെമീന്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. എല്ലാ സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ട്, പല പല സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള നികുതി വ്യവസ്ഥകളായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം പല പല രാജാക്കന്മാരൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സെമീന്ദാരി സമ്പ്രദായം ബംഗാൾ, ബീഹാർ, ഒറീസ തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു കാണപ്പെട്ടിരുന്നത്. ഇനി രണ്ടാമത്തെ സമ്പ്രദായമാണ് റയത്തുവാരി സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണെന്ന് നോക്കണം. റയത്തുവാരി സമ്പ്രദായം എന്ന് പറയും. ഇതിൽ കർഷകരും ഗവൺമെന്റും നേരിട്ട് ഇടപാടുകൾ നടത്തുന്നു. ഇവിടെ ജമീന്ദാർമാർ എന്ന് പറയുന്ന ഒരു ഇടനിലക്കാരൻ ഇല്ലാത്ത ഒരു ഇടപാടാണ് റയത്തുവാരി സമ്പ്രദായം. അവിടെ ഗവൺമെന്റ്, ബ്രിട്ടീഷ് ഗവൺമെന്റും കർഷകരും നേരിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റ് നേരിട്ട് കർഷകന്റെ കയ്യിൽ നിന്ന് നികുതി പിരിക്കുന്നു. അപ്പൊ കർഷകൻ നികുതി നേരിട്ട് കൊടുക്കണം. ഈ സമ്പ്രദായം കർഷകരെ ഭൂ ഉടമകളായി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അവിടെ ജമീന്ദാർമാരുടെ റോൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ഇത്. കർഷകരെ, ഇടത്തര കർഷകരെയൊക്കെ ഭൂ ഉടമകളാക്കുവാനായിട്ട് സഹായിച്ചു. കാരണം ജമീന്ദാർമാർക്ക് ഇടയിൽ നിന്നുകൊണ്ട് പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കർഷകർക്ക് കൃഷിയിൽ ലാഭം നേടുവാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാനും ഈ റയത്തുവാരി സമ്പ്രദായം സഹായിച്ചു. ഓക്കെ, ഇനി ഉള്ളതാണ് മഹൽവാരി സമ്പ്രദായം. അത് നമുക്ക് പഠിക്കാനില്ല, നിങ്ങൾ ഈ 2 മാത്രം പഠിച്ചാൽ മതി. സെമീന്ദാരി സമ്പ്രദായവും റയത്തുവാരി സമ്പ്രദായവും. അപ്പോൾ ഇതെന്താണ്? ഇത് കൊളോണിയൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭൂപരിഷ്കരണങ്ങളാണ്. കൊളോണിയൽ കാലഘട്ടത്തെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഭൂപരിഷ്കരണങ്ങളാണ് ഈ പറഞ്ഞ ജമീന്ദാരി സമ്പ്രദായവും റയത്തുവാരി സമ്പ്രദായവും. ഇനി അടുത്തത് സ്വതന്ത്ര ഇന്ത്യയിലെ ഭൂപരിഷ്കരണങ്ങൾ. അപ്പോൾ നമ്മൾ കൊളോണിയൽ കാലത്തെ ഭൂപരിഷ്കരണം പഠിച്ചു. ഇനി നമ്മൾ എന്താ പഠിക്കുന്നത്? സ്വതന്ത്ര ഇന്ത്യയിലെ ഭൂപരിഷ്കാരങ്ങൾ. ഇതും 6 മാർക്കിന് ചോദിക്കാം. ഇവിടെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന കുറവുകളൊക്കെ പരിഹരിച്ച് പുതിയ നിയമങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി അല്ലെ. അപ്പോൾ നമുക്ക് നിയമവ്യവസ്ഥകളൊക്കെ ഉണ്ടായി. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാത്തിനെയും പെട്ടെന്ന് നമുക്കങ്ങ് മാറ്റുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എങ്കിലും നമ്മൾ ഒരുപാട് നിയമങ്ങൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം 1950 മുതൽ 70 വരെയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് നിയമങ്ങൾ നമ്മൾ ഈ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പാസ്സാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാ ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ പഠിപ്പിക്കുമ്പം പറഞ്ഞു, ഈ സ്വാതന്ത്ര്യത്തിന് മുന്നേയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു 70കൾ വരെയൊക്കെ നമുക്ക് ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇവിടെ വക്കീലന്മാർക്കും അതുപോലെ ബാരിസ്റ്റർമാരെന്നൊക്കെ പറഞ്ഞ് ഉള്ള നിയമ ബിരുദം നേടിയിട്ടുള്ളവർക്ക് സമൂഹത്തിൽ വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു. ഇപ്പോൾ അത്രത്തോളം ഒരു സ്ഥാനമില്ല. കാരണം ആ സമയത്ത് വക്കീലന്മാരെ നമുക്ക് ആവശ്യമായിരുന്നു. ഇപ്പോൾ വക്കീലന്മാരുടെ ഡിഗ്രിയൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ടാണ് ആൾക്കാർ ഇവിടെ വന്നിട്ട് നിയമം പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അക്കാലത്ത് അവർക്ക് നല്ല ഒരു സ്ഥാനം നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്വതന്ത്ര ഇന്ത്യയിലെ ഭൂപരിഷ്കാരങ്ങളിലേക്ക് പോകാം. സ്വതന്ത്ര ഇന്ത്യയിൽ കാർഷിക ഉൽപാദനക്ഷമത തീരെ കുറവായിരുന്നു. കാരണം നമുക്ക് ദാരിദ്ര്യവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ, വ്യവസായവൽക്കരണം മൂലമുള്ള ദുരിതങ്ങൾ ഒക്കെ ആയിട്ട് നമ്മൾ ആകെ കൃഷിയോട് ആൾക്കാർക്കൊരു മടുപ്പ്, കൃഷി ചെയ്താൽ നഷ്ടത്തിലാവും എന്നുള്ള പേടി, വ്യവസായശാല തുടങ്ങാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു നമ്മൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ കാർഷിക ഉൽപാദനക്ഷമത തീരെ കുറവായിരുന്നു. ഇറക്കുമതി ചെയ്ത ധാന്യങ്ങളാണ് രാജ്യത്ത് ഉപയോഗിച്ചിരുന്നത്. എല്ലാവർക്കും പേടിയാണ്, കൃഷിയിലേക്ക് പൈസ ഇറക്കി കഴിഞ്ഞാൽ നഷ്ടത്തിലാകുമോ. അപ്പൊ ധാന്യങ്ങൾക്ക് ക്ഷാമം വന്നു. നമ്മൾ പുറമേ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു.
ഇത് ഭരണാധികാരികളെയും ഉപദേശകരെയും വലിയ ഭൂപരിഷ്കാരങ്ങൾ അത്യാവശ്യമാണെന്ന തിരിച്ചറിവിൽ എത്തിച്ചു. അപ്പം നമുക്ക് സ്വയം പര്യാപ്തരാകണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കൃഷിയിലേക്ക് നമ്മൾ പോകണം. മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നും ധാന്യങ്ങൾ കൊണ്ടുവരുന്നതൊക്കെ നമ്മുടെ വീണ്ടും വീണ്ടും ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് എത്തിക്കും എന്നുള്ളൊരു ബോധം ഭരണാധികാരികൾക്കും ഉപദേശകർക്കും ഒക്കെ മനസ്സിലാകുകയും അതിനായിട്ട് അവരെന്ത് ചെയ്യുന്നു, ഈ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന സെമീന്ദാർമാരുണ്ട്, റായത്തുവാരി, അങ്ങനെയുള്ള ആ വ്യവസ്ഥകളൊക്കെ ഇല്ലാതാക്കുന്നതിനായിട്ട് പുതിയ ഭൂപരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. അങ്ങനെ നിരവധി ഭൂപരിഷ്കാര നിയമങ്ങൾ 1950-നും 1970-നും ഇടയിൽ സർക്കാർ പാസ്സാക്കുന്നു. ഓക്കെ, അതൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഇനി നമ്മൾ ഓരോന്നായിട്ട് പറയുന്നു, ഒന്നൊന്നായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ സെമീന്ദാരി സമ്പ്രദായം എന്ന ചൂഷണ വ്യവസ്ഥ എങ്ങനെ നിർത്തലാക്കി എന്ന് പറയുന്നു. പിന്നെ രണ്ടാമത് നമ്മൾ കുടിയായ്മ നിർത്തലാക്കൽ എന്ന് പറഞ്ഞിട്ട്, കുടിയാന്മാരായിട്ട് മറ്റുള്ളവരുടെ ഭൂമി എടുത്ത് കൃഷി ചെയ്തിരുന്ന ആൾക്കാരുണ്ടായിരുന്നു, അപ്പൊ അത് നിർത്തലാക്കുകയും അതുപോലെ തന്നെ ഭൂമി കൈവശം വയ്ക്കുവാനുള്ള പരിധി നിശ്ചയിക്കുന്ന നിയമങ്ങളുമാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ 3 നിയമങ്ങൾക്കും നമ്മുടെ കാർഷിക വ്യവസ്ഥയിൽ ഒരുപാട് വലിയ സംഭാവനകൾ ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്, ഈ 3 പുതിയതായി ഉണ്ടാക്കിയ നിയമങ്ങൾ. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് സെമീന്ദാരി സമ്പ്രദായം നിർത്തലാക്കൽ എന്ന നിയമം. അപ്പോൾ കൊളോണിയൽ കാലഘട്ടത്തിലാണ് സെമീന്ദാരി സമ്പ്രദായം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. സെമീന്ദാർമാര് കൃഷിക്കാരെ ചൂഷണം ചെയ്തു എന്നും പറഞ്ഞു, അല്ലെ? അപ്പൊ ഇത് ഈ ഒരു ഭൂപരിഷ്കാര നിയമങ്ങളിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് സെമീന്ദാരി സമ്പ്രദായം നിർത്തലാക്കൽ നിയമം എന്ന് പറയുന്നത്. കർഷകർക്കും ഗവൺമെന്റിനും ഇടയിലെ ഇടനിലക്കാരായ സെമീന്ദാർമാർ അവിടെ ഒഴിവാക്കപ്പെട്ടു. അപ്പൊ നമ്മൾ പറഞ്ഞു, ചില സംസ്ഥാനങ്ങളിൽ, അതായത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിരുന്നു? ബംഗാള്, ബീഹാർ, ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സെമീന്ദാരി സമ്പ്രദായം ഉണ്ടായിരുന്നു, അല്ലെ? പിന്നെ മറ്റു ചില സ്ഥലങ്ങളിലാണ് ഈ റായത്തുവാരി സമ്പ്രദായം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സംവിധാനം ഇത് നിർത്തിയതോടുകൂടി കർഷകർക്കും ഗവൺമെന്റിനും ഇടയിലെ സെമീന്ദാർമാർ എന്ന ഇടനിലക്കാർ ഒഴിവാക്കപ്പെട്ടു. സെമീന്ദാർമാരുടെ ഭൂമി പിടിച്ചെടുത്ത് കൃഷി ചെയ്യുന്ന കർഷകർക്ക് നൽകുകയും ചെയ്തു. അമിതമായിട്ട് ഭൂമി കൈവശം വെച്ചിട്ടുണ്ട് സെമീന്ദാർമാർ, അതെല്ലാം പിടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുന്നു? കർഷകർക്ക് കൃഷി ചെയ്യുവാനായിട്ട് കൊടുക്കുന്നു. അതായിരുന്നു സെമീന്ദാരി സമ്പ്രദായം നിർത്തലാക്കൽ എന്ന നിയമം. ഇനി ഈ നിയമത്തിന് ചില പരിമിതികൾ, ചില കുറവുകൾ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ നിയമവും പറയുമ്പോൾ നമ്മൾ അതിന്റെ കുറവും കൂടി ഇവിടെ പറയുന്നുണ്ട്. ജന്മിത്വം, കുടിയായ്മ, പങ്കുകൃഷി സമ്പ്രദായം തുടർന്നു പോയി. പങ്കുകൃഷി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഒന്നിച്ചു ചേർന്ന് കൃഷികൾ ചെയ്യുന്നു. പിന്നെ കുടിയായ്മ എന്ന് പറഞ്ഞാൽ സ്ഥലങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് അവിടെ കൃഷി ചെയ്യുന്നു, ഇത്ര വർഷത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ട് കൃഷി ചെയ്യുന്നു. ജന്മിത്വ വ്യവസ്ഥ ഒക്കെ തുടർന്നു പോയിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ജമീന്ദാർമാർക്ക് താഴെയുള്ള ഭൂ ഉടമകൾ ചൂഷണം തുടർന്നു. ജമീന്ദാർമാരുടെ ഭൂമി പിടിച്ചെടുത്ത് കൃഷി ചെയ്യുന്ന കർഷകർക്ക് കൊടുത്തു. പക്ഷെ ഇതിന്റെ ഇടയിലുള്ളൊരു ഇടത്തരം ആൾക്കാരുണ്ടായിരുന്നു, അവരുടെ ഭൂമി സർക്കാർ പിടിച്ചെടുത്തിട്ട് കൊടുക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? അവര് ചൂഷണം ചെയ്യാൻ തുടങ്ങി. അപ്പൊ ജന്മിത്വവും കുടിയായ്മയും പങ്കുകൃഷി സമ്പ്രദായങ്ങളും ഒക്കെ അതിലോട്ടൊന്നും കൈകടത്തുവാനായിട്ട് ഈ ഒരു നിയമത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ പരിമിതി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ നിയമമാണ് കുടിയായ്മ നിർത്തലാക്കൽ. കുടികിടപ്പ് എന്നൊക്കെ ഉള്ള രീതി, ടെനൻസി റൈറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ടെനൻസി റൈറ്റ്. അപ്പോൾ കുടിയായ്മ നിർത്തലാക്കൽ അല്ലെങ്കിൽ നിയന്ത്രിക്കൽ നിയമം, ടെനൻസി അബോളിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് ആണ്. ഇതില് കുടിയായ്മ നിർത്താൻ ഈ നിയമം ശ്രമിച്ചു. കുടിയായ്മ നിർത്താന്ന് വെച്ചാൽ അങ്ങനെ വസ്തുക്കളൊക്കെ ഏറ്റെടുത്ത് ടെനന്റ് ആയിട്ട് ഒരാളുടെ ഭൂമി എടുത്ത് അവിടെ കിടന്നുകൊണ്ട് ആ ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള കൃഷികളൊക്കെ ചെയ്യുന്നതാണ് കുടിയായ്മ എന്ന് പറയുന്നത്. ആ കുടിയായ്മ നിർത്തലാക്കുവാൻ ഈ നിയമം സഹായിച്ചു. പാട്ടം കൊടുക്കുമ്പോൾ കുടിയൊഴിപ്പിക്കൽ പാടില്ല. അതായത് പാട്ടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം മാറണം അല്ലെങ്കിൽ അത് തരണം, അങ്ങനെയൊക്കെയുള്ള കുടിയൊഴിപ്പിക്കലൊന്നും പാടില്ല എന്ന് എന്തു പറയുന്നു? ഈ ഒരു നിയമം പറയുന്നു. കുടിയായ്മ നിയമവിരുദ്ധമാക്കുന്നതിന് ഇത് ശ്രമിച്ചു. പാട്ടം കൊടുക്കുന്നിടത്തോളം കാലം കുടിയാന്മാരെ ഒഴിപ്പിക്കാൻ പാടില്ല എന്നും പറഞ്ഞു. എത്ര നാള് പാട്ടം കൊടുക്കുന്നോ അത്രയും നാള് കുടി ഒഴിപ്പിക്കാൻ പാടില്ല എന്ന് ഈ ഒരു നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അങ്ങനെ കുടിയാന്മാർക്ക് കുറഞ്ഞ തോതിലെങ്കിലും ഒരു രക്ഷ കിട്ടുവാനായിട്ട് ഈ നിയമത്തിന് കഴിഞ്ഞു. ജന്മിക്ക് നൽകുന്ന പാട്ടം കുറയ്ക്കണമെന്നും ഇത് ശുപാർശ ചെയ്തു. ഒരുപാട് പാട്ടം ഒന്നും കൊടുക്കണ്ട, ആ പാട്ടത്തിന്റെ എമൗണ്ട് കുറയ്ക്കണം എന്നും പറയുന്നു. ഓക്കെ,
അപ്പൊ എന്തൊക്കെയാണ് 3 പോയിന്റ്? കുടിയായ്മ നിർത്തലാക്കൽ അല്ലെങ്കിൽ നിയന്ത്രിക്കൽ നിയമം, ടെനൻസി അബോളിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് പ്രകാരം കുടിയായ്മ അല്ലെങ്കിൽ ടെനൻസി എന്ന് പറയുന്ന ഒരു സിസ്റ്റം നിർത്തലാക്കുവാനായിട്ട് ഈ ഒരു നിയമം ശ്രമിക്കുന്നു. പിന്നെന്താണ്? ഇത് രണ്ടാമത്തെ ഒരു ഭൂപരിഷ്കരണ നിയമമാണ്. അതുപോലെ തന്നെ എപ്പോഴും പാട്ടം കൊടുക്കുന്നിടത്തോളം കാലം ഒരിക്കലും ജന്മിക്ക് ഈ കുടിയാനെ കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്നും ഇത് വ്യവസ്ഥ ചെയ്യുന്നു. പാട്ടം വാങ്ങുന്നുണ്ടെങ്കിൽ കുടിയൊഴിപ്പിക്കാൻ പാടില്ല. അതുപോലെ ജന്മിമാര് വാങ്ങുന്ന പാട്ടത്തിന്റെ പൈസ പാട്ടം കുറയ്ക്കണമെന്നും ഈ ഒരു നിയമം ശുപാർശ ചെയ്യുന്നു. ഇത് കുടിയായ്മയെ നിയന്ത്രിക്കുവാനും നിർത്തലാക്കുവാനും വേണ്ടിയിട്ടുള്ള നിയമമായിരുന്നു. രണ്ടാമത്തെ ഭൂപരിഷ്കരണ നിയമമാണ്. ഇതിന്റെ പരിമിതി എന്താണ്? പരിമിതികൾ: കുടിയാന് രേഖകൾ നൽകാത്തത് നിയമം നിഷ്പ്രയോജനമാക്കി. പാട്ടത്തിന് കൊടുത്തു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു രേഖയും ആര് കൊടുക്കുന്നില്ല? ഈ മുതലാളിമാർ അല്ലെങ്കിൽ ജന്മിമാര് കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ചൂഷണങ്ങൾ നടന്നു. രേഖയൊന്നുമില്ല, പാട്ടം തന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ കുടിയൊഴിപ്പിച്ച് അങ്ങ് വിടുന്ന ഒരു രീതിയിലേക്ക് ഈ ഒരു കൃഷി മേഖല മാറുന്നു. കാരണം കുടിയാന്റെ കയ്യിൽ രേഖകളൊന്നും ഇല്ല. പക്ഷെ എങ്കിലും കേരളത്തിലും ബംഗാളിലും കുടിയാന്മാർക്ക് ഭൂമിയിൽ സർക്കാർ അവകാശം നൽകി. കേരളത്തിലും ബംഗാളിലും ഇത് വിജയകരമായി നടന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, കേരളത്തിലും ബംഗാളിലും ഈ നിയമം വിജയകരമായി നടത്തി. കാരണം എന്താണ്? ഓണർഷിപ്പ് കൊടുക്കുന്നു. ഭൂമിയിലുള്ള അവകാശം അല്ലെങ്കിൽ അധികാരത്തിനുള്ള രേഖകൾ നമ്മൾ കൊടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു നിയമം കേരളത്തിലും ബംഗാളിലും വിജയകരമായി മുന്നോട്ട് പോയി. ഇനി മൂന്നാമത്തെ ഭൂപരിഷ്കരണ നിയമമാണ് ഭൂപരിധി നിയമം എന്ന് പറയുന്നത്. ലാൻഡ് സീലിംഗ് ആക്ട്. ലാൻഡ് സീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അമിതമായിട്ട് നമ്മുടെ കയ്യിൽ ഭൂമി ഉണ്ടെങ്കിൽ അതിനെ വാങ്ങിച്ച് ആർക്കെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ അത് നിങ്ങളുടേതല്ലെന്ന് പ്രഖ്യാപിക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്? ലാൻഡ് സീലിംഗ് ആക്ട്. ഒരു കുടുംബത്തിന് കൈവശം വയ്ക്കുവാനുള്ള ഭൂമിയുടെ പരിധി നിജപ്പെടുത്തുന്ന നിയമമാണിത്. ഒരാൾക്ക് ഇത്ര ഭൂമി മാത്രമേ കൈവശം വയ്ക്കാവൂ എന്ന് പറയുന്ന ഒരു നിയമമാണ് ലാൻഡ് സീലിംഗ് ആക്ട് അഥവാ ഭൂപരിധി നിയമം എന്ന് പറയുന്നത്. ഇനി എല്ലാ സ്ഥലങ്ങളിലും ഇത്ര 5 ഏക്കറിൽ കൂടുതൽ വയ്ക്കാൻ പാടില്ല, അങ്ങനെയല്ല. സ്ഥലങ്ങൾ നോക്കിയിട്ട്, അതായത് ഇപ്പം ഒരുപാട് വെള്ളമൊന്നും കിട്ടാത്തൊരു സ്ഥലമാണെന്ന് വെക്കുക, അല്ലെങ്കിൽ മരുഭൂമിയാണ്, അവിടെ ഒരാൾക്ക് 50 ഏക്കറും നല്ല വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലത്ത് ഒരാൾക്ക് 25 ഏക്കറും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ഈ 25 ഏക്കറുള്ള ആളിനായിരിക്കും. കാരണം എന്താണ്? അവിടെ നദിയുടെ തീരത്താണ്, അവിടെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്, വളത്തിനുമൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്, ഫലഭൂഷ്ടിയുള്ള മണ്ണാണെങ്കിലും അതുപോലെ തന്നെ ചിലപ്പോൾ ഈ കുറച്ച് ഏക്കർ മതിയായിരിക്കും, ഉൽപാദനം കൂടുതൽ ഉണ്ടായിരിക്കും. അപ്പോൾ സ്ഥലം നോക്കിയിട്ട് ഭൂമിയുടെ ഇനം എങ്ങനത്തെയാണ്? ഡ്രൈ ആയിട്ടുള്ള ഭൂമിയാണോ, അല്ലെങ്കിൽ ഫലഭൂഷ്ടമായ മണ്ണാണോ, ഉൽപാദനക്ഷമത ഉള്ള സ്ഥലമാണോ, വെള്ളം എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പ്രദേശാനുസരണം ഭൂപരിധി നിർണ്ണയിക്കുന്നു. ഉദാഹരണത്തിന് ആസാമിൽ ഭൂപരിധി 50 ഏക്കർ ആണെങ്കിൽ അത് ബംഗാളിൽ ഭൂപരിധി എത്രയായിരിക്കും? 25 ഏക്കർ ആയിരിക്കും. കാരണം ബംഗാളിൽ കുറെ കൂടെ വെള്ളവും സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ അവിടുത്തെ മണ്ണും കുറച്ചും കൂടെ നല്ലതാണ്. അപ്പൊ ആസാമിൽ 50 ഏക്കറും ബംഗാളിൽ ഭൂപരിധി 25 ഏക്കറും എന്നതാണ് ആ നേരത്തെ പറഞ്ഞ പോയിന്റിന് ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്. അങ്ങനെ ഒരാളുടെ കയ്യിൽ അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മിച്ച ഭൂമി എന്ന് പറയുന്നു. അയാൾക്ക് കൈവശം വയ്ക്കാൻ പറ്റുന്നതിൽ അധികമുള്ള ഭൂമി ആകുമ്പോഴത് മിച്ച ഭൂമി ആകുന്നു. മിച്ച ഭൂമി പിടിച്ചെടുത്തിട്ട് ഭൂരഹിതർക്ക് നൽകുകയും ചെയ്യുന്നു. ഭൂമി ഇല്ലാത്ത കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കായിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഭൂമി, അധികമുള്ള ഭൂമികൾ പിടിച്ചെടുത്ത് ഭൂരഹിതർക്ക് നൽകുന്നു. ഇനി എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഇതിന്റെ പരിമിതി എന്ത് എന്നുള്ളത്, ഇതിന്റെ കുറവ് എന്താണെന്ന്. പല സ്ഥലങ്ങളിലും ഇത് നടന്നില്ല. കാരണം എന്താണെന്നറിയോ? എൻ്റെ കയ്യിൽ ഒരു 100 ഏക്കർ ഉണ്ട്, ഞാൻ ആസാമിലാണ് താമസിക്കുന്നത്, എനിക്ക് 50 ഏക്കറാണ് എൻ്റെ കൈവശം വയ്ക്കാൻ പറ്റുന്നത്. ഞാൻ എൻ്റെ ബാക്കി 50 ഏക്കർ എൻ്റെ ഭാര്യയുടെ പേരിലേക്ക് എഴുതി കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഭാര്യയുടെ പേരിൽ എഴുതി കൊടുത്തിട്ട് ഞാൻ ഭാര്യയെ അങ്ങ് ഡൈവോഴ്സ് ചെയ്യുന്നു. ഞാൻ ഇവളുമായിട്ടുള്ള ബന്ധം വേർപെടുത്തുന്നു. ഇങ്ങനെ ബന്ധം വേർപെടുത്തിയിട്ട് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ ചിലപ്പം കാലങ്ങളോളം ബന്ധം വേർപെട്ട് തന്നെ കഴിയുന്നു, അല്ലെങ്കിൽ പിന്നെ ചിലപ്പം
ഈ ഭാര്യമാരുടെ ഒപ്പം താമസിക്കുന്നു, അല്ലെങ്കിൽ കുറെ കാലം കഴിഞ്ഞ് ചിലപ്പം വിവാഹം കഴിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള വേലത്തരങ്ങൾ ഈ ഒരു നിയമത്തിന് എതിരായിട്ട് ജനങ്ങൾ കാണിക്കുവാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ ഇപ്പം ഞാൻ എൻ്റെ പേരിലുള്ള 50 ഏക്കർ, മെച്ചമുള്ള 50 ഏക്കർ, കാരണം എനിക്ക് 50 ഏക്കർ കൈവശം വയ്ക്കാമല്ലോ, ബാക്കിയുള്ള എൻ്റെ 50 ഏക്കർ ഞാൻ എൻ്റെ ഒരു സുഹൃത്തായ ഒരു കച്ചവടക്കാരന് എഴുതി കൊടുക്കുന്നു. ഞങ്ങൾ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഞാൻ ഈ വസ്തു വിൽക്കാൻ പോകുമ്പം നിനക്ക് ഞാൻ 1 ഏക്കർ തന്നേക്കാം വെറുതെ, ബാക്കി 49 ഏക്കർ എൻ്റെതാണ്, നീ തൽക്കാലം നിന്റെ പേരിലത് വെച്ചോ. 50 ഏക്കർ ഒരാളുടെ കയ്യിൽ വയ്ക്കാമല്ലോ. അപ്പോൾ അതിന് നമ്മൾ എന്തിടപാടെന്ന് പറയും? ബിനാമി ഇടപാട് എന്ന് പറയും, അല്ലേ? നമ്മളെ വസ്തു തന്നെയാണ് നമ്മൾ മറ്റുള്ളവർക്കായിട്ട് കൊടുക്കുന്നു, അതിന് എന്ത് പറയുന്നു? ബിനാമി ഇടപാടെന്ന് പറയുന്നു. അപ്പോൾ മിച്ച ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതർക്ക് നൽകുകയും ഇത് ഇങ്ങനെ പിടിച്ചെടുക്കുവാനായിട്ട് ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു? ബിനാമി കൈമാറ്റങ്ങൾ നടത്തിയിട്ട് ഭൂമി നിലനിർത്തുവാനുള്ള ശ്രമങ്ങൾ ഭൂവുടമകൾ നടത്തുന്നു. ഭൂവുടമകൾ ഭൂമി ഭാര്യയുടെ പേരിൽ എഴുതി കൊടുക്കുകയും എന്നിട്ട് വിവാഹമോചനം നടത്തി തുടർന്ന് ഭാര്യയ്ക്കൊപ്പം താമസിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവണത ഈ ഒരു നിയമത്തിനെ അതിജീവിക്കുവാനായിട്ട് ഭൂവുടമകൾ നടത്തിയിട്ടുണ്ട്. ഈ നിയമങ്ങൾക്ക് കാർഷിക ഘടനയിൽ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഒരു പരിധി വരെ. കാരണം സെമീന്ദാരി സംവിധാനം നിർത്തലാക്കലൊക്കെ ഇടയ്ക്ക് ഉള്ള, അതായത് സെമീന്ദാർമാർക്ക് കയ്യിൽ നിന്നും ഭൂമി പിടിച്ചെടുത്ത് കൊടുത്തു, പക്ഷെ ഒരു പരിധി വരെ ആ വഴിക്കുള്ള ചൂഷണം തടയുവാൻ സാധിച്ചിട്ടുണ്ട്. ടെനൻസി നിയമത്തിലും അതുപോലെ തന്നെ പരിപൂർണമായും സാധിച്ചിട്ടില്ലെങ്കിലും ഒരു പരിധി വരെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ നിയമങ്ങൾക്ക് കാർഷിക ഘടനയിൽ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചു എങ്കിലും കാർഷിക മേഖലയിലെ അസമത്വം ഇല്ലാതാക്കാൻ ഇതിന് കഴിഞ്ഞിട്ടില്ല. കാരണം ഒരു നിയമം വരുമ്പോൾ അതിന് മറ്റു മാർഗങ്ങൾ കാണിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിയമങ്ങൾ ഒരു പരിധി വരെ അതിന് സക്സസ്ഫുൾ ആകുവാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഇത്രയുമാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതുപോലെ തന്നെ നല്ല രസകരമായിട്ടുള്ള ഒരു ഭാഗമാണ്, ഹരിത വിപ്ലവം എന്ന ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്.